കഴിഞ്ഞ ദിവസമാണ് നമ്മൾ അറിഞ്ഞത് നമ്മൾ താമസിക്കുന്നതിൻ്റെ കുറച്ചടുത്തായിട്ട് ഇതുപോലൊരു മീൻകടയുണ്ടെന്ന്. ഇല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്നത് കുറച്ച് ദൂരെ നിന്നായിരിക്കും. അങ്ങനെ ഞാനും കൂടി ഓടിച്ചാടി പോയതാണ്. അവിടെ ചെന്നപ്പോൾ അയല, മത്തി, ചൂര, നെയ്മീൻ അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തായാലും അവിടെ ചെന്ന് നനഞ്ഞു. പിന്നെ കുളിച്ച് കയറാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ കൈയിട്ടെടുത്ത് കേട്ടോ. അതിനകത്ത് പോയപ്പോൾ തന്നെ എനിക്ക് അങ്ങ് ആകപ്പാടെ എന്തോ പോലെയായി. പിന്നെ ഞാൻ അവിടെ നിന്ന് അയലേക്ക് നുള്ളിപ്പറക്കി എടുത്തു. ചൂരയാണെങ്കിൽ ഒരു 3-3.5 കിലോ ഉണ്ട്. അതാണെങ്കിൽ ഒരുമിച്ച് വാങ്ങണം, അല്ലാതെ കുറച്ച് കട്ട് ചെയ്ത് തരൂല. പിന്നെ നമുക്ക് 2-3 മലയാളികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചൂരയും വാങ്ങി. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചു അയല നമ്മൾ ഇനി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ ശരിയാവൂല, പെട്ടെന്ന് ചീത്തയായി പോകൂലേ, അപ്പോൾ അയല ഇന്ന് കറി വയ്ക്കാമെന്ന്. അതിൽ നിന്ന് ഞാനൊരു 4 കഷ്ണം എടുത്ത് കാത്തോട്ടിക്ക് നനോട്ടിക്ക് വേണ്ടിയിട്ട് വറക്കാൻ വേണ്ടി പുരട്ടി വെച്ചു. പിന്നെ നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈലിലാണ് വയ്ക്കുന്നത്, അതുകൊണ്ട് തേങ്ങ വേണം. അപ്പോൾ ഈ ഒരു ചെറുവയുടെ ലിങ്ക് ഞാൻ മുകളിൽ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ളവർക്ക് ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കാം. അങ്ങനെ അരപ്പൊക്കെ റെഡിയാക്കി വെച്ചു. അതിലോട്ട് നമ്മുടെ തക്കാളി, മുരിങ്ങക്കോല്, പച്ചമുളക് ഈ ഒരു പച്ചമുളകല്ല, വേറൊരു തൊണ്ടം പച്ചമുളകെന്ന് നമ്മുടെ നാട്ടിൽ പറയും. അതാണ് പൊതുവേ മീൻകറിക്കൊക്കെ നമ്മൾ ഇടാറ്. ഇതിപ്പോൾ അത് കിട്ടാത്തത് കൊണ്ട് ഞാൻ ഇതും കിട്ടും. പിന്നെ മുരിങ്ങക്കോലും ഇല്ല. അപ്പോൾ നമ്മുടെ മീൻകറിക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു തൃപ്തി ഉള്ളൂ കേട്ടോ. പിന്നെ വറക്കാനുള്ള മീനും എടുത്തു. അതിനിടയിൽ കുറച്ച് പുളിശ്ശേരി അങ്ങ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. പുളിശ്ശേരിയിലുള്ള അരപ്പിൽ ഞാൻ വെളുത്തുള്ളി ചേർക്കാറില്ല, ചെറിയ ഉള്ളിയും ജീരകവുമാണ് ചേർക്കാറ്. അങ്ങനെ പുളിശ്ശേരിയൊക്കെ റെഡിയായി. നമ്മുടെ മീൻകറിയൊക്കെ വറ്റി വന്നപ്പോൾ വീണ്ടും കറിവേപ്പിലേക്ക് ഇട്ടു. അതിനെ അങ്ങ് മാറ്റി. പിന്നെ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ബീട്രൂട്ട് ഇവിടെ ചിലവാവാത്തത് കൊണ്ട് ഞാൻ പിന്നെ അതിനെ പകുതിയായിട്ട് മുറിച്ചെടുത്തു കേട്ടോ. പിന്നെ അരിയാൻ വളരെ എളുപ്പമാണ് ഈ ചോപ്പർ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ ചോപ്പറിൻ്റെ ലിങ്കും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മുകളിൽ ആ ചിരവയുടെ കൂട്ടത്തിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാമേ. ഇതൊരു അടിപൊളി സാധനമാണ്. കാരണം നമ്മുടെ പെട്ടെന്ന് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ കഷ്ണങ്ങളായിട്ട് മുറിച്ചങ്ങ് ഇട്ടാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് തോരനും റെഡിയായി, സാധനങ്ങളെല്ലാം റെഡിയായി. ഏകദേശം കുറേ സമയമായി, ഏകദേശം ഇപ്പോൾ 2-2:30 മണിയായി. അപ്പോൾ സമയമൊക്കെ കേട്ടല്ലോ. വന്ന പാടെ ഓടിച്ചെന്ന് കുളിക്കണമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ വന്നിട്ട് മീൻ വെട്ടാനുണ്ടായിരുന്നത് കൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഓടിച്ചെന്ന് കുളിച്ചിട്ട് വരാമെന്ന്. അവിടെ ചെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് ആകെപ്പാടെ മതിയായി കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറെടുത്തു, ബീട്രൂട്ട് തോരനെടുത്തു, പുളിശ്ശേരി ഒഴിച്ചു. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ അയല മീൻ കറി. കുറച്ചുകൂടെ കറിയായിട്ട് ഞാൻ വയ്ക്കുമായിരുന്നു കപ്പ ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷേ ഇന്ന് കപ്പ അവിടെ കിട്ടിയില്ല. വെള്ളിയാഴ്ച ദിവസങ്ങളിലേ അവിടെ കപ്പ കിട്ടാറുള്ളൂ. അപ്പോൾ പിന്നെ വെള്ളിയാഴ്ച വാങ്ങിച്ചിട്ട് അന്ന് നമുക്ക് ചൂര മീനൊക്കെ വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒരു തലക്കഷ്ണവും അല്ലാത്ത കഷ്ണവും എടുത്തിട്ടുണ്ട്. എനിക്ക് ഈ മീനിൻ്റെ തലയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാത്തിൻ്റെ അല്ല, ചിലതിൻ്റെയൊക്കെ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് തോരനും മീൻ വറുത്തതും മീൻ കഷ്ണവും ഒക്കെ ആയിട്ട് എല്ലാം കൂടി എടുത്ത് ചോറിലങ്ങ് വെച്ച് കുഴച്ചങ്ങ് കഴിക്കണം. ഒരാശ്വാസമാവും. അപ്പോൾ എനിക്കിതെല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് കുഴച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം. എന്നാലേ എനിക്ക് ആ ഒരു ടേസ്റ്റ് തോന്നുള്ളൂ കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാനേ തോന്നാറില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്തെങ്കിലും കുഴപ്പമില്ല, സംഗതി കൊള്ളാം.